സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അവിടെ അതിവൈകാരികമായ നിമിഷങ്ങളാണ്, രംഗങ്ങളാണ്. വഴിക്കടവെന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ വളരെ പ്രിയപ്പെട്ടൊരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിടത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. രാഷ്ട്രീയമായി പലവിധ വാക്പോരുകൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഈ സംഭവത്തിന് പലവിധ നിറം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പന്നിക്കണി വെച്ച ആൾ ആരുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന ചർച്ചകളൊക്കെ സജീവമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോഴും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി, രണ്ടുപേർ ഷോക്കേറ്റ് ആശുപത്രിയിലായി എന്ന ഗൗരവതരമായ സാഹചര്യത്തിൻ്റെ ഗൗരവം ലാഘവത്വത്തോടുകൂടി കുറയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇംതിയാസ് കരീം തുടരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി. രതീഷ്, സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തിയാവാൻ പോവുകയാണ്. അതായത് കർമ്മങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. അവരുടെ ബന്ധുക്കൾ ഒക്കെ ഇവിടെ കൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് മണ്ണിട്ട് സംസ്കാരം പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ പ്രവൃത്തികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അവസാനമായിട്ട് അതിലേക്ക് ഒരു പിടി മണ്ണിടുമ്പോൾ പോലും അത്രത്തോളം ദുഃഖവും ഉൾക്കൊള്ളാനാവാത്ത ആളുകളെയുമാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. കാരണം അത് അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് ഈ രീതിയിലുള്ള ഇതിന് രാഷ്ട്രീയ നിറം ഉണ്ടോ, അതല്ലെങ്കിൽ പിന്നെ KCB നേരത്തെ അറിയിച്ചപ്പോഴും അവർക്ക് നേരത്തെ അറിയിച്ചിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നതും വിവാദങ്ങളുണ്ടാവുന്നതുമൊക്കെ. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഉടൻ പൂർത്തിയാകും. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിലേക്ക്, അവസാനഘട്ട പ്രവർത്തികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. തൊട്ടടുത്ത് ഈ വീടിന്റെ തൊട്ടടുത്ത് ലക്ഷത്തോളം വ്യത്യാസത്തിൽ അപ്പുറത്ത് തന്നെയാണ് ശ്മശാനമുള്ളത്. ആ ശ്മശാനത്തിലാണ് അനന്തുവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത്. ഇപ്പോൾ ബന്ധുക്കളുടെ എല്ലാം കർമ്മങ്ങളും മറ്റു പരിപാടികളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം മണ്ണ് ഇടുന്നതിന്റെ സംസ്കരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ CPM-ന്റെ അനിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, മനീഷ് എന്ന് പറയുന്നൊരു ഇവരുടെ തന്നെ ഒരു ബന്ധു നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് മാതൃഭൂമി ന്യൂസിനോട്. അതായത്, ഞങ്ങൾ ദിവസവും പോകുന്ന വഴിയാണ്, ദിവസവും കളിക്കാൻ പോകാറുണ്ട്, ഈ തോട്ടിൽ വന്ന് മീൻ പിടിക്കാറുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഈ രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഒരു ലൈൻ, ഒരു വൈദ്യുതി കമ്പി അവിടെ കണ്ടിരുന്നില്ല. ഈ അടുത്തായിട്ട് സ്ഥാപിച്ച ഒരു വൈദ്യുതി കമ്പിയാണിത്. അതുകൊണ്ടാണ് അത് ശ്രദ്ധയിൽപ്പെടാതെ പോയത്. ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കാരണം ദിവസവും നടക്കുന്ന വഴിയാണെങ്കിൽ ഇത് പക്ഷേ അങ്ങനെ ഒരു ഉണ്ട് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാവേണ്ടതായിരുന്നു. അതുകൊണ്ട് അത് വളരെ ഈ അടുത്തായിട്ട് സ്ഥാപിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, ഈ അടുത്ത് സ്ഥാപിച്ച വൈദ്യുതി കെണിയാണ്. ഇക്കാര്യം KCB അറിയിച്ചിരുന്നു എന്നതാണ് ഷോക്കേറ്റ കുട്ടികളിൽ ഒരാളുടെ അമ്മ പറഞ്ഞത്. ഇപ്പോൾ ഹൃദയം തകർന്നു ഉറ്റവർ പ്രിയപ്പെട്ട അനന്തുവിന് യാത്രാമൊഴിയുകയാണ്. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് വഴിക്കടവിൽ നമ്മൾ കാണുന്നത്. അരുൺ അമർനാഥ് കൂടി നമുക്കിപ്പം ടെലിഫോണിലുണ്ട്. അരുൺ, അത്യന്തം വൈകാരികമായ നിമിഷത്തിലൂടെയാണ് വഴിക്കടവ് കടന്നു പോകുന്നത്. നേരത്തെ സ്കൂളിൽ പൊതുദർശനം, അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും ആ നാടാകെ ഒഴുകി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ പ്രദേശത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരം സംഭവങ്ങൾ പലയിടത്തും, വനവുമായി ചേർന്ന് കിടക്കുന്ന പലയിടത്തും ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ആവർത്തിക്കപ്പെട്ടതുമാണ്. KCB-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ നടപടിയെടുത്തില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായത് എന്ന പ്രതികരണമാണ് വരുന്നത്. ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ, ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് വഴിക്കടവിൽ അവിടുത്തെ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇങ്ങനെയൊരു കുഞ്ഞിന് ജീവൻ നഷ്ടമായ സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് എന്താണ്? നിതീഷ്, ഒരു നാടിന്റെ നൊമ്പരമാണ്. അത്തരത്തിൽ വകുപ്പുകൾ പരസ്പരം പഴിചാരി അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തി അതിനേക്കാളൊക്കെ അപ്പുറം ആത്യന്തികമായി ആ കുടുംബത്തിന് നഷ്ടം, അതിനും അപ്പുറത്തേക്ക് നാട്ടുകാരുടെ വലിയൊരു ആശങ്ക അവിടെ നിലനിൽക്കുകയാണ്. നാട്ടുകാർ കാലങ്ങളായി പറയുന്നതാണ്. ഇപ്പോൾ പോലും വഴിക്കടവ് ആ പരിസരത്തൂടെ നടക്കുമ്പോൾ ഓരോ ആളുകൾക്കും പറയാനുണ്ട്, ഓരോ ആളുകൾക്കും വിളിച്ചവരുടെ പ്രദേശത്തെ പ്രശ്നം നമ്മോട് അറിയിക്കാനുണ്ട്. അത്തരത്തിൽ കാലങ്ങളായി അവർ നേരിടുന്ന പ്രശ്നമാണ്. ഈ മേഖലയിലെ തന്നെ സങ്കീർണ പ്രശ്നമാണ് വന്യജീവി സംഘർഷം. അതിനു പുറമെയാണ് ഇത്തരത്തിലുള്ള ഈ അനധികൃതമായി വൈദ്യുതി ശേഖരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു മൃഗവേട്ട നടത്തുന്നത്. അപ്പോൾ അതിൽ പരാതി പറയുന്നുണ്ട്, അധികൃതർ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അതിന്റെ ഭാഗത്തുനിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് തക്കതായ ഇടപെടലുണ്ടായോ, KSCB-യുടെ മേൽനോട്ടം ഉണ്ടായോ എന്നുള്ളതൊക്കെ ചോദ്യമായി അവശേഷിക്കുകയാണ്. അതിന്റെയൊക്കെ വെളിച്ചത്തിൽ കൂടെയാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം, ഒരു 15-കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു നാടാകെ അതിൽ
ക്ഷമിക്കുന്നുണ്ട്. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് എപ്പോഴും പറയുന്ന പോലെ ഇവിടെ പറയുമ്പോൾ ഒരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. ശാശ്വതമായ പരിഹാരം ഉടനടി ലഭ്യമാക്കാൻ സാധിക്കാത്ത സങ്കീർണമായ വിഷയം തന്നെയാണ് ഇത്. പക്ഷെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാവേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവിടെ ബാക്കിയാണ്. അതേ ചോദ്യമാണ് രതീഷ് ചോദിച്ച പോലെ. അതിന് നാട്ടുകാർക്ക് പറയാനല്ല, ഒരു മറു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതില്ല എന്ന്. അത് തന്നെയാണ് ഈ വഴിക്കടവിലെ പ്രദേശവാസികളുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു വേദനയോടെ അവരവരുടെ ആശങ്ക, അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ ഭീതി അവർ പങ്കുവെക്കുന്നുണ്ട്. രതീഷ്, അരുൺ അമർനാഥാണ് അവിടുത്തെ ആ നാട്ടുകാരുടെ വൈകാരികമായ സ്ഥിതി എങ്ങനെയാണ് എന്നതിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു നാടാകെ തേങ്ങുന്ന അത്യന്തം ഗൗരവതരമായൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് വഴിക്കടവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു പന്നിക്കണിയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിച്ച സംഭവം, ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന 2 കുട്ടികൾക്കും ഷോക്കേറ്റിരുന്നു. ഷാനു, യദു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ കുട്ടികൾ ഒരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റേയാൾ സ്വകാര്യ ആശുപത്രിയിലും ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ഇരുവരും അപകടനില തരണം ചെയ്തു എന്ന വലിയ ആശ്വാസകരമായൊരു സാഹചര്യമുണ്ട്. വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ വെള്ളത്തിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അനന്തുവിൻ്റെ മരണം ഷോക്കേറ്റാണ് എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും പ്രാഥമികമായ നിഗമനം. ശരീരത്തിൽ പൊള്ളലേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു. അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ വഴിക്കടവിലാണ് പന്നിക്കണിയിൽപ്പെട്ട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത്. അതേസമയം തന്നെ ഈ പന്നിക്കണി സ്ഥാപിച്ച ബിനീഷ് ഈ അപകടം നടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്നു എന്ന വിവരം കൂടി ഗൗരവതരമായി പോലീസ് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഷോക്കേറ്റ കുട്ടികളെ ഇയാൾ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന വിവരവുമുണ്ട്. മാത്രമല്ല ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആളുകൾ കൂടിയപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പണവും വസ്ത്രവും എടുത്തു വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് ഒടുവിലേക്ക് പോകാൻ ബിനീഷ് ശ്രമിക്കുന്നു. അപ്പോൾ ഇയാൾ പിടിയിലാകുന്നു എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. അത്യന്തം ഗൗരവതരമായ സാഹചര്യമാണ്. രാഷ്ട്രീയ നിറം കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു കുട്ടിയുടെ മരണത്തിന് നൽകുന്നത്രത്തോളം ഖേദകരമാണ് എന്നതും കേരളം പൊതുവിൽ ആലോചിക്കുന്നുമുണ്ട്. വാദപ്രതിവാദങ്ങൾ വരുന്നുണ്ട്. അതേസമയം തന്നെ KCBയെ നേരത്തെ തന്നെ ഇത്തരം വൈദ്യുതി കണികൾ ഇവിടെയുണ്ട്, അപകടമുണ്ടാകും എന്ന വിവരം അറിയിച്ചിരുന്നതാണ് എന്താണ് ഷോക്കേറ്റ കുട്ടികളിൽ ഒരാളുടെ അമ്മ അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. അങ്ങനെ പന്നിക്കണി ഉണ്ടെങ്കിൽ അക്കാര്യം KCBയെ അറിയിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് KCB നടപടിയെടുക്കാതെ പോയത്? ആരുടെ ഭാഗത്താണ് ഉദാസീനത ഉണ്ടായത്? അതിലൂടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എന്തുകൊണ്ട് നടപടിയുണ്ടായില്ല? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. രാഷ്ട്രീയം നിറം നൽകി ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകുമ്പോൾ അതിനെ മറികടക്കാനാകുമോ എന്ന വലിയ ഗൗരവമുള്ള ചോദ്യവും നിൽക്കുകയാണ് ഈ നിമിഷത്തിൽ. വഴിക്കടവിൽ നിന്നുള്ള സംസ്കാര ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അരുൺ അമർനാഥ് തുടരുന്നുണ്ട്. അരുൺ, ഈ KCBയുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചയുണ്ടായി, അക്കാര്യം അറിയിച്ചു, പക്ഷേ നടപടി ഉണ്ടായില്ല എന്ന ഗൗരവമുള്ള പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും അക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകുന്നുണ്ടോ? പ്രതീക്ഷ അത്തരത്തിലുള്ളൊരു വിശദമായ പഠനം ഒക്കെ ഇനി ആവശ്യമാണ്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് ചർച്ചയാകുന്നു എന്നുള്ളത് കൂടിയാണ്. അത് ഇത്ര രാഷ്ട്രീയമായ ഇടപെടൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും കൂടി അത്തരത്തിലുള്ള വിഷയം സജീവമായി നിലനിർത്തുന്നത് കൂടി അത് അനിവാര്യമാണ്. കാരണം അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കുന്നു, മുന്നണികൾ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ആയാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാലും ഒരു സജീവമായ ഇടപെടൽ അനിവാര്യമായ വിഷയം കൂടിയാണ്. അതൊരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമായി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകരുത് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞു വെച്ചത്. ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് കണക്കുകളുണ്ട്. ഇതേ നിലമ്പൂർ പൂക്കോട്ടുംപാടത്താണ് ഒരു 13 വയസ്സുകാരൻ അസം സ്വദേശി എന്ന് ഇതേ വൈദ്യുതി ആഘാതത്തിൽ മരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടർക്കഥയാകുന്ന ഒരു സംഭവമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഇടപെടൽ ഇപ്പോഴുണ്ടാകുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷെ അപ്പോഴും അത് ഇനി ഒരു സുസ്ഥിരമായി അല്ലെങ്കിൽ ശാശ്വതമായി അത് പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരു അടിയന്തര ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൃത്യമായ ഒരു നിർദ്ദേശത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഏകോപിപ്പിക്കാൻ നമ്മുടെ വനം വകുപ്പിന്, നമ്മുടെ സംവിധാനത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ അനാസ്ഥ ഉണ്ടാകുന്നുണ്ടോ, അലംഭാവം ഉണ്ടാകുന്നുണ്ടോ, വകുപ്പുകൾ അത്തരത്തിലൊരു പഴിചാരി അല്ലെങ്കിൽ താൽക്കാലിക ന്യായീകരണം മാത്രമായി അത്തരത്തിൽ കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ പരാതി
തീരുന്നില്ല, അതിങ്ങനെ തുടരുക തന്നെയാണ്. ഇത് വൈകാരിക രംഗങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു നാട് ഇന്നുന്ന കാഴ്ച നമുക്ക് കാണാം. അത്യന്തികം അത്തരത്തിൽ ദയനീയമായ കാഴ്ചയായിരുന്നു. ഇനി ഇങ്ങനെ ഒരു കാഴ്ച കാണരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉൾപ്പെടെയുള്ള മതേപോലത്തവർ ഉൾപ്പെടെ അവരുടെ നിത്യ ജീവിതത്തിൽ കടന്നു. പക്ഷെ വീണ്ടും വീണ്ടും നമ്മുടെ ദൗർഭാഗ്യം എന്നോണം ഇത്തരം കാഴ്ചകൾ നമ്മളെ തേടിയെത്തുന്നു. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിലൊരു സംഭവത്തിന്റെ പശ്ചാത്തലം അത് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളതിലേക്ക് ആവശ്യം നമ്മൾ എത്തുകയാണ്. അത് കാണേണ്ടവർ കണ്ട് അറിഞ്ഞ് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ മുന്നിലേക്ക് എത്താതെ എന്നുള്ളതാണ്. ഈ പഴിചാരലുകളോ ആരോപണ പ്രത്യാരോപണങ്ങളോ ഒന്നും അതിന് പരിഹാരമാവില്ല എന്നുള്ളൊരു വസ്തുത അവിടെ ബാക്കി അവശേഷിക്കുകയാണ്. അത്യന്തം ദയനീയമായ ഒരു 15 വയസ്സുകാരൻ ഇന്നലെ ജീവിതം ആസ്വദിക്കുന്ന അവരുടെ നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം, ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ആ 3 പേരൊപ്പം ഉണ്ടായിരുന്നവർ അവരുടെ ഇനി ഭാവിയിൽ ആ ഉറ്റ സുഹൃത്തായ ജിത്തു എന്ന അനന്തു ഇനി ഇല്ല എന്നൊരു യാഥാർത്ഥ്യം ഉറ്റവർ ഈ വൈകുന്നേരങ്ങളും രാവിലെകളിലും ഒക്കെ ഇവരെ ചിരിച്ച് ഇവരുടെ വഴിവക്കിലൊക്കെ ഇവരെ കണ്ടുകൊണ്ടിരുന്നവർ, ഒരു ചിരി സമ്മാനിച്ചവർ, അത്തരത്തിലുള്ള നല്ല നിമിഷങ്ങൾ, നല്ല കാര്യങ്ങൾ, അതിനിടയിലാണ് ജീവിതത്തിലെ എന്നേക്കുമുള്ള കറുത്ത അധ്യായമായി ഇത്തരം ഒരു ദുരനുഭവം വരുന്നത്. ഒരു നാടിന് എക്കാലത്തെയും കറുത്ത അധ്യായമായി ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കൂടി കണ്ടേ മതിയാകൂ എന്നുള്ളത് കൂടിയാണ് രതീഷ്. ഇതാ ഒരു മൺകൂനയായി ഒരു 15 വയസ്സുകാരൻ മാറുന്നതിന്റെ ദൃശ്യങ്ങളാണ്, നോവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൃഗവേട്ടക്കാരൻ ഒരുക്കിയ പന്നിക്കണി, ആ പന്നിക്കണിയിൽപ്പെട്ടാണ് അനന്തു എന്ന 15 വയസ്സുകാരന് ജീവൻ നഷ്ടമായത്. അല്പം മുമ്പാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. സ്കൂളിലേക്കും വീട്ടിലേക്കും ആ നാടാകെ ഒഴുകി എത്തുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് സഹപാഠികളും അധ്യാപകരും വിതുമ്പുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നിലമ്പൂരിൽ വഴിക്കടവിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ആദ്യം അനന്ത് പഠിച്ച മണിമൊളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. കണ്ണീരോടെയാണ് സഹപാഠികളും സുഹൃത്തുക്കളും അധ്യാപകരും ആ നാട്ടുകാരുമെല്ലാം അനന്തുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.